എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:08 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാറിക്കോളാം. ഞാനൊരിക്കലും ഗ്രീഡി ആവില്ല. ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യില്ല എന്ന് മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം തുടങ്ങാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ കൈ ധരിക്കും. ഒരു അഡിക്ഷനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഒരു അഡിക്ഷനാണ്. ആ അഡിക്ഷനിൽ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു കാര്യം ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 51 പോയിൻ്റാണ് മൈനസ് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ 272 പോയിൻ്റാണ് മൈനസ് ആയിരിക്കണേ. അപ്പോൾ നമുക്ക് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആരോ അവിടെ കിടന്നോട്ടെ, ആർക്കും ശല്യം ഇല്ലാതെ ആ മൂലക്ക് കിടന്നോട്ടെ. 25,144 25,144 മൈനസ് 50,51 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 25,093. 25,093 എന്താ ഉള്ളത്? 25,093 88,93. അപ്പോൾ കൺസോളേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം സ്കാൽപ്പിങ്ങേ നിവൃത്തിയുള്ളൂ എന്നാണ് അതിനർത്ഥം. അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു മാർക്കറ്റ് ഒരു അപ്സൈഡ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. മാർക്കറ്റ് വന്നേക്കുന്നതേ കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ തന്നെ മൈനസിലേക്ക് വരാനായിട്ടാണ് ചാൻസ്. അപ്പോൾ മാർക്കറ്റ് 25,088 ഒരു കൺസോൾട്ടേഷൻ സോണിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? വന്നിരിക്കുന്ന ഭാഗം ഒരു കൺസോൾട്ടേഷൻ സോണാണെന്ന് നമുക്ക് മനസ്സിലായി. അതിന് തൊട്ട് പൊക്കത്തും ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അപ്പോൾ ഡബിൾ കൺസോൾട്ടേഷൻ സോണിലാണ് വന്നിരിക്കുന്നത്. വെനസ്ഡേ 28-ാം തീയതി ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. തേഴ്സ്ഡേ കുറേ നേരം ആ ഭാഗത്ത് കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നെ പ്രീവിയസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലൊക്കെ ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വന്ന ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ മാർക്കറ്റ് 25,112 ബ്രേക്ക് ചെയ്താൽ
25,436 വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാം. അതെപ്പോൾ 25,112 മുകളിലോട്ട് പോയാൽ നിൽക്കുന്ന ലെവലിലേക്ക് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ ഇവിടെ റെഡ്, വലിയ റെഡ്, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രീൻ. കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഏരിയയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്യാൻഡിൽസിനും വളരെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ടപേന്ന് അടിച്ചു പോകും. അതിനുള്ള ചാൻസ് ഉണ്ട്. സിക്കാരെ സംബന്ധിച്ച് ആവറേജ് ചെയ്യാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ. സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഫാൾസ് ബ്രേക്കൗട്ടൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ RSI ഏത് നിമിഷം സിയിലേക്ക് വരണം. RSI ഓൾറെഡി ക്രോസ് ഓവറായിട്ട് 1, 2, 3 പ്രാവശ്യം ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ്. അത് സിയിലേക്ക് വരണം. അപ്പോൾ നമ്മൾ പിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട് ചെയ്ത് വെച്ചിട്ടൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു സ്ട്രൈക്ക് വ്യാഴാഴ്ച ഒതുക്കി വെച്ചിട്ട് വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രൈക്ക് ഉണ്ട്, 327 ഭാഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞൊരു സ്ട്രൈക്ക് ഉണ്ട്. ആ ലെവലിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ടൊക്കെ ഇവിടെ എവിടെയെങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ നിൽക്കുന്നത്. അപ്പം എനിവേ നമുക്കതവിടെ നിൽക്കട്ടെ. 9:12 ഇനി നമുക്ക് സ്ട്രൈക്ക് സെലക്ഷനിലേക്ക് പോവാം. പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 25,100, 106, 50 പോയിന്റ് എന്ന് പറയുമ്പോൾ 25,200 സ്ട്രൈക്ക് പിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സിയിൽ മൈനസ് 25,000 പി നമുക്ക് നോക്കാം. സി നമുക്ക് നോക്കാം. 22,500 അല്ലേ? 25,000 സോറി, 25,000 സി. അതേപോലെ തന്നെ എടുത്തിരിക്കുന്ന പി 25,200 പി ആണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 170 ഒരു ടാർഗറ്റാണ്. 170 കഴിഞ്ഞാൽ ടാർഗറ്റ് വരുന്നത് 192 ആണ്. 170 കഴിഞ്ഞാൽ ടാർഗറ്റ് വരുന്നത്. അവിടെ നിന്നും മേലേക്ക് പോയാൽ 205 RSI ഓൾറെഡി പിക്ക് ക്രോസ് ഓവർ അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സിയുടെ സപ്പോർട്ട് സോണും കൂടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 250 അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് സോണായിട്ട് നമുക്കൊരു ബോക്സേ മാർക്ക് ചെയ്ത് വെക്കേണ്ടി വരും. അത് ഈ ബോക്സിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിലും ഈ ഒരു ബോക്സിൽ നിന്നാണ് റിവേഴ്സ് ആവത്തുള്ളൂ. ഈ ബോക്സിൽ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 237 ഭാഗത്താണ്. അവിടെ നിന്ന് 250, 257 ഭാഗത്തേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പിയുടേത് നമുക്കൊരു ബ്രേക്ക് ഔട്ട് സോൺ നമുക്കൊന്ന് വരച്ചു വെക്കണം. അതായത് മാർക്കറ്റ് ഈ ഒരു ബോക്സിൽ കൺസോൾട്ടേഷൻ ചെയ്ത് താഴത്തോട്ട് വന്നാലേ ഡൗൺ ആവുള്ളൂ. അതർവൈസ് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 170, 192 അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് 192, 205, പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 228 വരെയൊക്കെ ഓൾറെഡി സ്പേസ് ഇട്ട് കിടപ്പുണ്ട്. ഈ ബ്ലൂ ലൈനൊക്കെ ആയിരിക്കും അതിൻ്റേതായിട്ടുള്ള ഏരിയാസ്. നിലവിൽ മാർക്കറ്റ് പി സൈഡിലേക്കാണ്. 30 മിനിറ്റും പി സൈഡിലേക്കാണ് ഫ്യൂച്ചറിൻ്റെ നിൽക്കുന്നത്. 15 മിനിറ്റ്സും പി സൈഡിലേക്കാണ് ഫ്യൂച്ചറിൻ്റെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രോസ് ഓവറോ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വരാതെ നമുക്ക് എന്തായാലും അങ്ങോട്ട് കോൺസെൻട്രേഷൻ ചെയ്യൽ നടക്കില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ലെവലിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 170 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. ഈ ബോക്സിന് താഴത്തോട്ട് വന്നാൽ 162 താഴത്തോട്ട് കൺസോൾട്ടേഷൻ ചെയ്ത് വന്നാൽ മാത്രമാണ് മാർക്കറ്റിൽ സി സൈഡിലേക്ക് നമുക്ക് നോക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ 170 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ്.
വളരെ ലെങ്തി ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിലാണ് മാർക്കറ്റിൽ ഫോം ചെയ്തിരിക്കുന്നത്. ഏതിലാ? ഇവിടെ നല്ല രീതിയിൽ ഡി കെ വന്നിട്ടുണ്ട് സിയിൽ. അതായത് ഇൻഡെക്സ് ചാർട്ടിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. 25,088 മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ 25,114 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. നല്ല കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത്. ഇവിടെ RSI ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് വലിയ കാര്യമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമ്മൾ സിയിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 192 ആയിരിക്കും. അപ്പോൾ സിയിൽ എവിടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കാം. സി ഓൾമോസ്റ്റ് നല്ല അടി കിടക്കുക. സിയിൽ ഒരു സപ്പോർട്ട് നമുക്ക് വരച്ചെടുക്കൽ എന്തായാലും പാടാം. അല്ലെങ്കിൽ പിന്നെ ആവറേജ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സിയിൽ നമ്മൾ ആവറേജിങ്ങിന് 50 മിനിറ്റ്സ് നോക്കിയിട്ട് ആവറേജിങ്ങിന് വേണ്ടി വൈകിട്ടത്തേക്ക് വരെ ഹോൾഡ് ചെയ്താൽ വലിയ വിഷയങ്ങളില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിയിൽ ഈ പറഞ്ഞ പോലെ 192 നമ്മുടെ ഒരു കൺസോൾട്ടേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ബോക്സിന് താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ സിയിനെ പറ്റി ആലോചിച്ചാൽ മതി. കാരണം ഉണ്ടാവുന്ന നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടൊന്നും ഇന്നൊരു പരിപാടി നടക്കില്ല. ഇന്നത്തെ ക്യാൻഡിലൊക്കെ ഹൈ റേഞ്ചുള്ള ക്യാൻഡിലായിരിക്കും ഇന്ന് ഫോം ആവുന്നത്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിച്ചടിച്ച് 10 ട്രേഡ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. 219 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സിക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ളൂ. 219, 220 ബ്രേക്ക് ചെയ്താൽ നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ സോണിൻ്റെ അകത്താണ് കമ്പനി തന്നെ 240 വരച്ചിട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു 220 ബ്രേക്ക് ചെയ്യണം. പിന്നെ ആവറേജ് ചെയ്യാൻ കോൺഫിഡൻ്റ് ഉള്ളവർക്ക് സി എടുത്തിട്ട് ആവറേജ് ചെയ്ത് അങ്ങ് ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. 170 മുതൽ എവിടെ വരെ വന്നിട്ടുണ്ട്? 185 പിയിൽ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞതാണ്, ഹൈലി റിസ്കി ട്രേഡാണ്. ചെറിയ സ്റ്റോപ്പ് ലോസിലൊന്നും ഒരു പരിപാടി ഇന്ന് നടക്കുകയില്ല. പിയെ സംബന്ധിച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് ഒന്നുമില്ല. ആ ബോക്സിന് താഴത്തോട്ട് വരാതെ നമ്മൾ ഒരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുത്താൽ മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ നമുക്ക് ടാർഗറ്റ് കിട്ടും. ഇവിടെ ഒരു റിജക്ഷൻ ഏരിയ ആണ്, 185 ഒരു റിജക്ഷൻ ഏരിയ ആണ്. ആ 185 ഒന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് 186 ആയിട്ടുണ്ട്. ഒരു 6 പോയിൻ്റ് കൂടെ കിട്ടിയാൽ എന്തായി? 92 ആയി. കാരണം 185 എന്തുകൊണ്ട് അവിടെ റിജക്ഷൻ വരുന്നു എന്ന് പറഞ്ഞത്, ഇവിടെ 1, 2, 3, 4 നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് 185 എന്നുള്ള ആ ഒരു റേഞ്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് ആയാലാണ് പിന്നെ 192 മാർക്കറ്റ് പോകത്തുള്ളൂ. 190 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ടൊക്കെ കിട്ടിയാൽ 192. കാരണം RSI പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. RSI ഒരു അലർട്ട് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ചെറിയൊരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ക്രോസ് ഓവർ ആയാലാണ് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നൂറ്റി 92 എത്തുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി സ്ട്രഗിളാണ്. ചിലപ്പോൾ പെട്ടെന്ന് എത്തിയേക്കാം. അത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നല്ല കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന സമയമാണ്. പിന്നെ 190 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. തൊണ്ണൂറ്, 91, ഏകദേശം 92. $193 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. സമയം 9:20 നമ്മൾ നമ്മുടെ പ്രവർത്തന ശൈലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് ഇതേപോലെയുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന്
നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തു വെച്ചത് കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റി. 170ൻ്റെ താഴേന്ന് നമുക്ക് എൻട്രി എടുക്കാം കോൺഫിഡൻ്റ് ഉള്ളവർക്ക്. ഇല്ലെങ്കിൽ 170 നിന്നാണെങ്കിലും കറക്റ്റ് 23 പോയിൻ്റ് ഉണ്ട്. അതിൽ 22 പോയിൻ്റ് ഈസി ആയിട്ട് രാവിലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 ലോട്ടിട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ ധൈര്യത്തിനാണ് പ്രാധാന്യം. കാരണം ഇന്ന് സ്റ്റോപ്പ് ലോസ് ഇടല് ചെറുതായിട്ടൊന്നും നടക്കില്ല. അത്ര കോൺഫിഡൻ്റ് ഉള്ളവരും ധൈര്യമുള്ളവരും മാത്രം ഇന്ന് ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. എനിവേ നമ്മൾ 22 പോയിൻ്റ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 ലോട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ 2500, 5 ലോട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ 1250, 20 ലോട്ട് 20 ലോട്ട് എനിക്കില്ല, 21 ലോട്ടാണ്. 21 ലോട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരു 5500 രൂപ പ്രോഫിറ്റ് കിട്ടി. നോക്കിയേ, 9:21 ആയപ്പോഴത്തേക്കും കട്ടയും പടവും മടക്കി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. എൻ്റെ സ്റ്റൈൽ ഓഫ് വേ ഇതാണ്. നമ്മൾ എപ്പോഴും 9:15 മുമ്പ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി 4 പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. 192 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 205 മാർക്കറ്റ് പോകുന്നത്. കാരണം 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 3 ദിവസം മുമ്പ് നമ്മളൊരു 228ൻ്റെ റേഞ്ചിന് വേണ്ടി നമ്മൾ ഒരുപാട് കിടന്നിട്ട് പാടുപെട്ടതാണ്. 225ൻ്റെ ഒരു റേഞ്ചിന് വേണ്ടിയിട്ട്. അത് ഏതാണ്ടൊക്കെ ഈ 215 ഭാഗത്താണ് അന്ന് മാർക്കറ്റ്. ഇന്നലെയാണോ മിനിഞ്ഞാന്ന് 217 എന്നുള്ള ഈ സ്ട്രൈക്ക് വെച്ചിട്ട് കേട്ടോ. 9 അതിന് മുമ്പുള്ള അത് ഈ ക്യാൻഡിൽ ഇവിടെ എങ്ങാണ്ടാണ്, ഞാനത് ഓർക്കുന്നില്ലല്ലോ. ഇത് ഇന്നത്തത്, ഇന്നലെ വേറെ, മിനിഞ്ഞാന്നാണ് നമ്മൾ പിയിൽ ഈ ഒരു ലെവലിൽ വെച്ച് കളിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു 3 പോയിൻ്റ് പൊക്കത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടാതെ പോയി. അത് ഏതാണ് ആ ലൈൻ? ആ ലൈനാണ് 227. നമ്മൾ അന്നെടുത്ത സ്ട്രൈക്ക് വെച്ചിട്ട് 327 ആയിരുന്നു. ആ 327ൻ്റെ സ്ട്രൈക്കിന് 325 വരെ എങ്ങാണ്ട് പോയിട്ടുള്ളൂ. പക്ഷേ 227 നമ്മൾ മിനിഞ്ഞാന്നേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് അതിൻ്റെ ഏകദേശം ഒരു അടുത്തേക്ക് വരുമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് നമുക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 192 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 205 205 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അടുത്ത ആഴ്ചയോടുകൂടി ഈ ലെവലിലേക്കൊക്കെ വരുമായിരിക്കും. 227 ഭാഗത്തേക്ക്. 192 227 വലിയ ദൂരമൊന്നുമില്ല. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത സീല മൂവ്മെൻറ്റ് നമുക്ക് എപ്പോഴാണ് 212 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സീല് 220 225 മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇവിടെ എന്താണ് ഈ ക്യാൻഡലിൻ്റെ സിയുടെ ഈ ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല, റിവേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ 208 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 212 ഒരു 4 പോയിൻ്റ് കിട്ടും. ആ 4 പോയിൻ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 219, 225, പിന്നെ മുകളിൽ നമ്മൾ വരച്ചിട്ടൊരു ബോക്സ്, അതിന് പൊക്കത്ത് SMA മാർക്കറ്റ് കറങ്ങി തിരിഞ്ഞ് 260 ഭാഗത്തേക്ക് തിരിച്ച് വൈകിട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇനി നോക്കാനുള്ളൂ. ഞാൻ പറഞ്ഞത് സിയിൽ ഈ പറഞ്ഞ പോലെ ആവറേജ് ചെയ്യാനായിട്ട് ധൈര്യമുള്ളവർക്ക് 1 ലോട്ട് അല്ലെങ്കിൽ 2 ലോട്ട് അല്ലെങ്കിൽ 3 ലോട്ട് എടുത്തൊക്കെ ഇട്ട് ആവറേജ് ചെയ്യാനുള്ള അവസരങ്ങൾ കുറച്ച് നേരം ഉണ്ട്. ഹെവി റിസ്ക് ആണ് ആവറേജ്. അത് ഞാൻ പ്രത്യേകമായിട്ടൊരു 4 മാസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ആ ഒരു സിസ്റ്റം മേക്ക് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ 10-25 ആവറേജിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇടാൻ പറ്റില്ല. പക്ഷേ മാക്സിമം ലോസ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. 10,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് ലോസ് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എത്ര ലോട്ടിലാണ്? 3 ലോട്ടിൽ സ്റ്റാർട്ട് ചെയ്താൽ 10,000 രൂപ ലോസ്. അതൊരുപാട് ആ സ്ട്രാറ്റജിയുടെ അകത്ത് തന്നെ വേറെ ഒരുപാട് ഇൻബിൽറ്റ് സ്ട്രാറ്റജീസൊക്കെ ഉണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്യാനും ഫണ്ട് കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ആൾക്കാർക്ക് ആ സ്ട്രാറ്റജി പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. അത് ചെറിയ ക്ലാസ് ഒന്നും കൊണ്ട് തീരത്തില്ല. എന്തായാലും നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾറെഡി 17 മിനിറ്റ് ആയിട്ടുണ്ട്. ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. 9:00 മുമ്പ് പരിപാടി കഴിഞ്ഞു. കുറേ നാളായി, കഴിഞ്ഞ
ഒരു 1.5 മാസത്തിന് മേലെ 9:30ക്ക് മുമ്പ് പ്രോഫിറ്റ് എടുത്തിട്ട് ട്രേഡ് നിർത്തിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ട് 202 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 208ലേക്ക് സിയിൽ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് ഉണ്ട്. നിലവിൽ സപ്പോർട്ടാണ് എടുക്കുന്നത് മാർക്കറ്റ്. 195 ഒരു സപ്പോർട്ടാണ് എടുക്കുന്നത്. ഈ സപ്പോർട്ട് നമ്മൾ പറഞ്ഞ ഹൈയിലേക്ക് 208ലേക്ക് ഈ ഒരു 202 കഴിഞ്ഞാൽ മാർക്കറ്റ് വരും. അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 218 220 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. നൂറ്റി 92 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ ഇനി പിയിലേക്ക് നോക്കേണ്ടതില്ല. ആ 192 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 205ലേക്കായിരിക്കും മൂവ് ചെയ്യണത്. അപ്പോൾ ഇതിന് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് ഉള്ളത് 190 ബ്രേക്ക് ചെയ്താൽ 190 187 ബ്രേക്ക് ചെയ്താൽ 190ലേക്കോ 192ലേക്കോ ഒരു മൂവ്മെൻറ്റ് കൂടെ പിയിൽ കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ പിയിലേക്ക് നോക്കണ്ട. ഇതിപ്പോൾ ഒരു 195 താഴെ വന്നാൽ മാത്രമാണ് ഇതൊരു ലോസിലേക്ക് സി പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് നേരം സിയിലേക്കൊന്ന് അലർട്ടായിട്ടിരിക്കാം. നേരെ മറിച്ച് ഇത് 195 താഴത്തോട്ട് വീണ് കഴിഞ്ഞാൽ 182ലേക്ക് ഫാളാവും. അപ്പോൾ 82ലേക്ക് ഫാളാവുകയാണെങ്കിൽ ഇവിടെ 186 ബ്രേക്ക് ചെയ്താൽ 90ലേക്ക് ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെവി റിസ്ക് ആണ്. ആവറേജിങ്ങുകാർക്കും യൂസ് ചെയ്യാം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 195 198 199 ഭാഗത്താണ് സിയുടെ മൂവ്മെൻറ്റ് പറഞ്ഞത്. അത് എന്തായാലും റിവേഴ്സ് വരുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അത് 200 നിന്നാണെങ്കിലും 215 220ലേക്ക് പോവാണ്. 220 ബ്രേക്ക് ചെയ്താൽ പിന്നെ SMA മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇവിടെയും കിട്ടി. എത്ര പോയിന്റ് കിട്ടി? വളരെ സിമ്പിളായിട്ട്, എന്ത് ടെൻഷൻ അടിച്ചുള്ള ട്രേഡായിരുന്നു. വളരെ സിമ്പിളായിട്ടും കൂളായിട്ടും ചെയ്ത ട്രേഡാണ്. ഓൾമോസ്റ്റ് എത്ര കിട്ടി? 202 നിന്ന് 220 വരെ 18 പോയിൻ്റാണ് വളരെ സിമ്പിളായിട്ട് ഇവിടെ കിട്ടിയത്. 224 ആയിട്ടുണ്ട്. കയറേണ്ട സ്ഥലത്ത് കയറി, ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. അതായത് നമ്മുടെ ബോക്സിലാണ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ ബോക്സ് വരച്ചാലും ഹിറ്റ് ചെയ്യും. ബോക്സിൽ ഹിറ്റ് ചെയ്തു. ആ ബോക്സും കൂടെ ഒരു തവണ ബോക്സ് വരച്ചാലും നമ്മുടെ ഹിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ നീല ലൈൻ വരച്ചാൽ മാത്രമല്ല, നമ്മളൊരു ബോക്സ് വരച്ചാലും അതിൽ ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. 9:29 എല്ലാ ദിവസവും ഈ സമയത്ത് ഒരു സ്റ്റക്ക് വരാറുള്ളതാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. എന്താ ബോക്സിൽ റിജക്ഷൻ ആയതുകൊണ്ടാണ്. ഇനി ആ ബോക്സ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ 225 ഈ ഭാഗത്ത് അത് മുട്ടി. നമ്മൾ ഡബിൾ ചാർട്ട് നോക്കുന്നതിൻ്റെ റീസൺ അതാണ്. ആ ബോക്സിൻ്റെ ടോപ്പിലാണ് മുട്ടിയിരിക്കണേ. അപ്പോൾ അവിടെ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ റെസ്പെക്റ്റാണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് കയറ്റിയിടാം. ഫൈനൽ ടാർഗറ്റ് 240. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് യെല്ലോ ലൈനിലേക്ക് മുട്ടുമ്പോൾ ഇത് നമുക്ക് എക്സിറ്റ് ആവാനുള്ള പരുവത്തിലേക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റിയിടാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 205 കൂട്ടിയാലും 21 പോയിന്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് 21 പോയിന്റ് ഇവിടെയും 21 പോയിന്റ് ഇവിടെയും മൊത്തം 42 പോയിന്റായി. ഈ മഞ്ഞ ലൈനിൽ മുട്ടി അപ്പം ലൈവ് നിർത്തുകയാണ്. ആ ബോക്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ ബോക്സ് വരച്ചിട്ട് ഇനി മുട്ടായിരിക്കണ്ട. ഓക്കെ, ബോക്സ് മാറ്റി കൊടുത്തു. അങ്ങനെയെങ്കിലും മുട്ടി ലൈവ് വൈൻഡപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മേളത്തെ ബോക്സും മാറ്റിയേക്കട്ടെ. ഇവിടെ നോക്കണ്ട, കാരണം ഇവിടെ ഓൾറെഡി മുട്ടിയിട്ടുണ്ട് കേട്ടോ. 239 അതിന് പ്രീവിയസ് ലെവലിൽ മുട്ടിയിട്ടുണ്ട്, ഓൾറെഡി മുട്ടിയിട്ടുണ്ട്. ഇനി ഈ 239 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 260 ഭാഗത്തേക്കായിരിക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്ന് വളരെ ടാലി ആയിട്ടാണ് രണ്ട് സ്ട്രൈക്കും പോകുന്നത്. ഇതിൻ്റെ ലോ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട്
മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കയറ്റി സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക. നിലവിലുള്ളതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 260 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെയും ഗ്യാപ്പ് ഫില്ലിങ് നടക്കണം. അങ്ങനെ ട്രെയിൽ ചെയ്ത് മാർക്കറ്റ് കൊണ്ടുപോവുക. $248 ഇവിടെ ഗ്യാപ്പ് ഏകദേശമൊക്കെ ഫില്ലായി എന്നുള്ള ലെവലിലായതുകൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ വന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്താലാണ് അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും ഇട്ടിട്ടൊക്കെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിയുടെ സ്ട്രൈക്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്. ഇനി അതിൻ്റെ ലോ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് നടക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഈ യെല്ലോ ലൈൻ മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് എക്സിറ്റ് ആവാം. ഇവിടെ ഗ്യാപ്പ് ഫില്ല് കറക്റ്റായിട്ട് മുട്ടി, ആ കറക്റ്റായിട്ട് മുട്ടി ഇപ്പോൾ 247 വരെ പോയി. അത് ട്രെയിൽ ചെയ്ത് വെച്ചാലും 242 ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ടാർഗറ്റ് നമ്മുടെ ഇതിൽ ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഇവിടുത്തെ വ്യൂ കറക്റ്റായിട്ട് എവിടം തൊട്ടാ എയർലി സ്റ്റേജ് തൊട്ട് നമുക്ക് ഇവിടം വരെ അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. 9:35, അതായത് 15 മിനിറ്റ് കൊണ്ട് 40 മേലെ പോയിൻ്റാണ് റൈഡ് ചെയ്തെടുത്തത്. ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചാർട്ടിനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ രാവിലെ പറഞ്ഞ പോലെ ഡിസിപ്ലിനായിട്ട് ഞാൻ ട്രേഡ് ചെയ്തോളാം, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുത്തോളാം എന്നൊക്കെ ചാർട്ടിന് വാക്ക് കൊടുത്തിട്ട് നമ്മൾ മാറാമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 2:45 വീഡിയോയിൽ കാണാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. അപ്പം അതിൻ്റെ ഇടക്ക് വളരെ ബിഗായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ എക്സിറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ട്, കറക്റ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്തു, കറക്റ്റ് അവിടെ നമ്മൾ ഇറങ്ങി, ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് പോയേക്കണ പോക്കാണ് 228. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തൊരു ഏരിയ 55 പോയിൻ്റാണ് 4 മിനിറ്റിൽ മാർക്കറ്റിൽ മൂവ് ആയത്. അതൊരു 1.5 മൂവായിരുന്നു. $224, $228. ഓക്കെ, നമ്മുടെ ഓൾ ടാർഗറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങോട്ടാണ് പോണേ? ഇൻഡെക്സ് നോക്കി അറിയാൻ പറ്റും. $25,026 ഭാഗത്ത് വന്നു, മാർക്കറ്റ് ഡൗണായി. അതായത് നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗോപുരം പണിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അത് ഇത്ര പിടിയുന്ന ആ ഒരു ഗോപുരം പണിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. RSI ഇപ്പോഴും ഡൗണിൽ തന്നെയാണ്. 30 മിനിറ്റിലും ഫ്യൂച്ചറിലും ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നമ്മൾ എടുത്തു വച്ചിട്ടില്ല. മിനിറ്റിലും RSI ഡൗൺ ആണ്, ലോവിലാണ് വന്ന് നിൽക്കുന്നത്.
കറക്റ്റ് 228, 230 വരെ നമ്മൾ പറഞ്ഞൊരു ലെവലുണ്ടായിരുന്നു. 227 മാർക്കറ്റ് 4 ദിവസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ലെവലിലേക്ക് മാർക്കറ്റ് വരാൻ അത് ഇത്ര പിടിയെന്ന് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എക്സിറ്റ് നമ്മുടെ പക്ക കറക്റ്റായിരുന്നു. എനിവേ ഇതിന് മാക്സിമം ഒന്നും കിട്ടിയില്ല. ആ 220 ഇവിടെ നിന്നുള്ള കുറച്ച് പോയിന്റ് അങ്ങോട്ട് കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും കിട്ടിയിട്ടില്ല. അത് ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പം എനിവേ കണക്കും പ്രകാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്തായിരുന്നെങ്കിൽ 10-120 പോയിന്റ് ഈസി ആയിട്ടൊക്കെ നമുക്ക് ഏൺ ചെയ്തെടുക്കാമായിരുന്നു. പിന്നെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലിയ വലിയ മൂവിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും മനസ്സിൽ കിടന്നൊരു ഏരിയ ആയിരുന്നു 227. ഇനി നോക്കുന്നില്ല, ഇനി നോക്കി ഇനിയും പ്രശ്നങ്ങൾ പാളും. പെരുവേ ഓൾ ദി ബെസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു മാക്സിമം പോയിന്റ് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങണ്ട. ഒരു 21 പോയിന്റ് കയറ്റി ട്രെയിൽ ചെയ്ത് വെക്ക്. ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അവിടെ അങ്ങ് ഇട്ടേച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലോട്ടറി. നമുക്ക് എന്തായാലും മാസത്തിൽ 4 ട്രേഡ് 100 പോയിന്റിന് മേലെ റൈഡ് ചെയ്യുന്ന ട്രേഡ് ഉണ്ട്. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 21 പോയിന്റിൽ കയറ്റി ലോക്ക് ചെയ്ത് വെച്ചാൽ അത് കിട്ടത്തുള്ളൂ. ഇത് 15 മിനിറ്റിൽ എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ. 5 മിനിറ്റിലാണെങ്കിൽ മുട്ടാനായിട്ട് ഇനി 265 കിടക്കുക. അത് കയറ്റി വെച്ച് ലോക്ക് ചെയ്താൽ ഒരു വിഷയമില്ല. 265 മുട്ടാനായിട്ട് അവിടെ കിടപ്പുണ്ട്. 1.5 പോക്കാ പോയിക്കൊണ്ടിരിക്കണേ. $170 അത് കയറ്റി ട്രെയിൽ ചെയ്ത് വെച്ചാൽ 265, 270, 100 പോയിന്റ് റൈഡ് ചെയ്തേക്കണേ. ഈ പേടിച്ച് നേരത്തെ ഇറങ്ങി പോകുന്നതിന് എത്രയോ ബെറ്ററാണ് 21 പോയിന്റിൽ. ഞാൻ എപ്പോഴും പറയാറില്ല, മാസത്തിൽ 4 100 പോയിന്റ് കിട്ടും. 265 ടച്ച് ചെയ്ത് അത് കയറ്റി വെച്ച് എത്ര പോയിന്റാണ്. ഇനിയും പോവാണ്, ഇനിയും പോയാൽ അങ്ങോട്ടാണ് ഈ പോണ പോക്ക്. ഇനി 296 ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് 270. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിൽ റീസെൻ്റ്ലി, മുമ്പല്ല, റീസെൻ്റ്ലി 96 പോയിന്റ് വരെ റൈഡ് ചെയ്തെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ. മുമ്പ് ഒരു 1-2 വർഷം മുമ്പ്, അല്ല ഒരു വർഷം മുമ്പൊക്കെ ഉള്ള ആളുകൾ 100 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യുമായിരുന്നു ലൈവിൽ. അതിനേക്കാളൊക്കെ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ. അപ്പോൾ അതിൽ 96 പോയിൻ്റൊക്കെ റൈഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡറെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ സ്വപ്നതുല്യമായ കാര്യങ്ങളാണ് 96 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാനിത് സ്ഥിരം കാണുന്ന കാരണം നമുക്കത് പുതുമയല്ല. 2 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ് 100 പോയിന്റ്. മാസത്തിൽ 4 അല്ലെങ്കിൽ 5, 4 ഒരു 3 എന്തായാലും 100 പോയിന്റും, 150 പോയിന്റ് ഒരു 2, ഒരു 200 പോയിന്റ് 1. 200 പോയിന്റ് റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള മനക്കരുത്ത് വേണം. 200 പോയിന്റ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റായില്ല. അതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ്, മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക, 21 പോയിന്റ് ഹോൾഡ് ചെയ്ത് വെക്കുക, അടുത്ത സ്റ്റേജിൽ ബ്രേക്ക് ഔട്ടിൽ എടുക്കുക. നമ്മൾ പറഞ്ഞ അടുത്ത ലെവൽ, ഈ ലെവൽ ഞാൻ പറഞ്ഞു 296. അടുത്ത ലെവല് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രൈസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 296 അടുത്ത ലെവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഇവിടെ ഒരു 285 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കുന്നത്. ആ ഒരു ലെവൽ 296 റീച്ച് ചെയ്യാനായിട്ട് കിടക്കുന്നത്.
അപ്പോൾ താഴത്തുനിന്ന് അങ്ങ് ട്രെയിൽ ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ അടുത്ത എൻട്രി ആ 265 ഇറങ്ങുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, 265 ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെ എടുത്താൽ ഇപ്പം എത്രയായി, 295.10. 295. ഞാൻ ഈ കൾസർ വെച്ചേക്കുന്ന ലെവലൊന്നും നോക്കണ്ട, അതിൻ്റെ ഇടക്ക് 295 എന്നുള്ള ലെവല് ഏകദേശം. അപ്പോൾ 65, 75, 85, 95 പിന്നെയും കിട്ടി അടുത്ത 30 പോയിന്റ്. എവിടെന്നാ ആ റിവേഴ്സ് പോയത് നോക്കണം. 150, 250, 295, 130 പോയിന്റാണ്. പിന്നെ ആദ്യം കിട്ടിയ രണ്ടെണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 180 പോയിന്റായി. അപ്പോൾ എന്താണ് 30 മിനിറ്റിൽ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. 30 മിനിറ്റിൽ അവസ്ഥ 25,000 ഇപ്പം നിൽക്കുന്നത്. 30 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 26 മൺഡേ ഓഗസ്റ്റ് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്താണ് 30 മിനിറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റ്സ് ഫ്യൂച്ചറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ അതേ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ എനിവേ ഇതൊക്കെ നല്ല മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. 2 മിനിറ്റിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു തീരുമാനം അറിയാൻ പറ്റും. ഒരു അലർട്ട് വന്നിട്ടുണ്ട്. ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെയും എന്തെങ്കിലും ഒരു വ്യത്യാസം സിയിലും വന്ന് കാണണം. സിയിൽ 158 ബ്രേക്ക് ചെയ്ത SMA-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്താൽ മേളിലോട്ടും ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഒരു അലർട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഡൈവർജൻസിനുള്ള തയ്യാറെടുപ്പാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് ആ പീക്ക് ലെവലിൽ 195 295 മുട്ടുക, അവിടെ റെസ്റ്റ് എടുക്കുക. ഇനി അത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇൻഡെക്സ് ഫാളായി കഴിഞ്ഞാൽ താങ്ങാൻ വേണ്ടി ഏരിയ ഒന്നുമില്ല, ഒരൊറ്റടിക്കേ പോരുള്ളൂ. 15 മിനിറ്റ്സിൻ്റെ RSI റെഡിലേക്ക് കയറുന്നത് വരെ മാർക്കറ്റ് ഡൗണാണ്. പിന്നെ ആവറേജിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നല്ല രീതിയിൽ താഴത്ത് വരികയാണെങ്കിൽ മാത്രം ആവറേജ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആവറേജ് ചെയ്യുമ്പോഴും 1 ലോട്ട് 2 ലോട്ട് എടുത്ത് വെച്ചാലും ഈവൻ ഓപ്പോസിറ്റ് നമുക്ക് പോയിന്റ് ക്യാപ്ചർ ചെയ്തെടുക്കാനും പറ്റും. ഉള്ള ഫണ്ട് മുഴുവനും കൊണ്ട് ആവറേജ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനത് മുമ്പ് പല വീഡിയോയിലും ആവറേജ് ചെയ്യാൻ എടുത്തിട്ടാലും നമുക്ക് അപ്പുറത്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഇപ്പുറത്ത് പോകുന്ന സ്റ്റോപ്പ് ലോസ് അപ്പുറത്ത് ക്യാച്ച് ചെയ്തെടുക്കണം. അതിനുള്ള മൈൻഡ് സെറ്റും കൂടെ നമുക്ക് ഉണ്ടാവണം. അതാണ് ആവറേജിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ലാസ്റ്റ് ആവറേജിങ്ങിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവറേജിങ് മറ്റേത് താഴത്തോട്ട് പൊക്കോട്ടെ, എന്നിരുന്നാലും എനിക്ക് ഇപ്പുറത്ത് ഒരു 14 പോയിന്റ് ക്യാച്ച് ചെയ്തെടുത്താലും അപ്പുറത്ത് പോണ ലോസ്, അതായത് ഒരു ആവറേജിങ്ങിന് ഇട്ടിരിക്കുന്ന ഒരു സ്ട്രൈക്ക് താഴത്തോട്ട് പോയാലും ഒരു 3 ലോട്ട് താഴത്തോട്ട് ഒരു 50 പോയിന്റ് പോയിക്കോട്ടെ, വിഷയമാക്കേണ്ട കാര്യമില്ല. ആ 50 പോയിന്റ് താഴത്തോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു 30 പോയിന്റെങ്കിലും ഇപ്പുറത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കേസ് എടുത്തിട്ട് നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ ഒരിക്കലും ഡെൽറ്റ വാല്യൂവിന് താഴത്തേക്കുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കരുതെന്ന് മാത്രമേ. നമ്മൾ ഇന്ന് എടുത്തേക്കണൊക്കെ ഡെൽറ്റ വാല്യൂവിന് മേളിലുള്ളതാണ്. അതൊരു 10-18 റൂൾസ് ആവറേജിങ്ങിന് തന്നെ ഉണ്ട്. കാരണം ഫ്യൂച്ചറോ അല്ലെങ്കിൽ സ്റ്റോക്കോ എടുത്ത് ആവറേജ് ചെയ്യുന്ന പോലെ അല്ല ഓപ്ഷൻ ആവറേജ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും. എന്തായ അവസ്ഥയെന്ന് നോക്കട്ടെ. മാർക്കറ്റ് സ്റ്റക്കാണ്. എനിവേ മാർക്കറ്റ് 10 മണിയായി. 10 മണിക്കാണ് ഏകദേശം നമ്മുടെ മാർക്കറ്റ് ഒതുക്കാറ്.
അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് കിട്ടി, രണ്ടാമത് കിട്ടി, മൂന്നാമത് ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. അപ്പോൾ ഇവിടെ നമ്മൾ ഈസി ആയിട്ട് എക്സിറ്റ് ആയി. അവിടെ നിന്ന് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നിട്ടുണ്ട്. 240, 150, 80 പോയിൻ്റാണ് ഇവിടെ ഡൗൺ ആയേക്കണേ. 80 പോയിന്റ് ഡൗൺ ആയപ്പോൾ ഇവിടെ എത്ര പോയിന്റ് അപ്പായിട്ടുണ്ടെന്ന് നോക്കിയേ. 150, 250, 170 പോയിന്റ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക പീക്ക് ടൈമിൽ ഉണ്ടാവുന്ന ഗുണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ആവറേജ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സിയിലേക്ക് നമ്മൾ ആവറേജ് ചെയ്ത് പോയത് 80 പോയിന്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഈ ബ്രേക്കൗട്ടിൽ നമുക്കൊരു ബ്രേക്കൗട്ടിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര പ്രോഫിറ്റ് ആയേനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ 150 വേണ്ട, 180 നിന്നാണെങ്കിലും 295 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 100 പോയിന്റ് ഇവിടെ കിട്ടി. ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 20 പോയിന്റ് ഇവിടെ കൂടുതലാണ് കിട്ടിയേക്കണേ. ആ 20 പോയിന്റ് ടാലിയാക്കി നോക്കിയാലും നമുക്ക് വിഷയങ്ങളില്ല. അപ്പോൾ അതാണ് ആവറേജ് ചെയ്യുമ്പോൾ റൂൾസിൻ്റെ കാര്യത്തിലുള്ള, നമുക്ക് അപ്പുറത്ത് എടുക്കാതിരിക്കരുത്. ഉള്ള കാശ് മുഴുവൻ കൊണ്ട് ആവറേജ് ചെയ്യല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 1 ലോട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 2 ലോട്ട്, അത് കഴിഞ്ഞാൽ 6 ലോട്ട്, അങ്ങനെ ഇട്ടിട്ട് 4 ലോട്ട് ഇട്ട് ആവറേജ് ചെയ്യുന്നത്. തോന്നണ പോലെ ആവറേജ് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ എനിവേ നമുക്ക് ഇപ്പോൾ ടോട്ടൽ നോക്കിയാൽ തന്നെ 100 പോയിന്റിന് മേലെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നല്ലൊരു പോയിൻ്റാണ്. 295 വരെ ഈസി ആയിട്ട് കിട്ടിയത് നല്ലൊരു പോയിൻ്റാണ്. അപ്പോൾ എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പലരും എന്നോട് കമൻറ്റിലൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കമൻറ്റിൽ വരും, നിങ്ങളിങ്ങനെ വ്യൂ പറയുന്നുണ്ടല്ലോ, പക്ഷേ അത് വ്യൂ പറയാനായിട്ട് ആർക്കും പറ്റും, പക്ഷെ അത് ഇമോഷൻ കൺട്രോൾ ചെയ്ത് എടുക്കണ്ടേ എന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ട്രേഡ് തന്നെ ഓൾറെഡി സിയിൽ 200 തൊട്ട് 240 വരെ എടുത്തു. അതിനുശേഷം പിയിൽ ഈ ഭാഗത്തേക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഒരു 10-30 പോയിന്റ് എടുത്ത് 70 പോയിന്റ് എടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള റൈഡ് പലരും ഒരു റിവേഴ്സിൽ കണ്ടിന്യൂ ചെയ്ത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് ഞാൻ ഒരിക്കലും ഒരു വ്യക്തിയോട് എടുക്കാനോ വിൽക്കാനോ പറയുന്നില്ല. ഞാൻ പറയുന്ന വ്യൂ മനസ്സിലാക്കി അവരെടുക്കുകയാണ് അല്ലെങ്കിൽ അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കോളോ ടിപ്പോ കൊടുക്കുന്ന ആളല്ല, മറിച്ച് ലൈവിൽ വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വ്യൂ പറഞ്ഞ് അവരെ മനസ്സിലാക്കി സ്വന്തമായിട്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെജോറിറ്റി ആൾക്കാർ സിംഗിൾ ലോട്ട്, ഡബിൾ ലോട്ട് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു മൂവ്മെൻ്റ് ആൾക്കാർ വ്യൂ പറഞ്ഞത് കേട്ടിട്ട് പ്രോഫിറ്റ് എടുത്തോ? എൻ്റെ PNL ആണോ നിങ്ങൾക്ക് പ്രധാനം, അതോ കൂടെ വന്നിരിക്കുന്ന ആളുകളുടെ PNL ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും, ഞാനിപ്പോൾ എൻ്റെ PNL കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രോഫിറ്റ് എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ അത് മെയിനായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ PNL ഞാൻ 1 ലക്ഷം രൂപ കാണിച്ച് വലിയ ബിൽഡപ്പൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൂടെ വരുന്നവർ പ്രോഫിറ്റ് ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി മറ്റുള്ളവർ മനസ്സിലാക്കി എടുത്ത് അവർ പ്രോഫിറ്റബിൾ ആകുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ കാര്യം. മറ്റുള്ളവർക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇന്ന് പ്രോഫിറ്റ് എടുത്തവരുടെ ലിസ്റ്റാണ്, ലൈവിലുള്ളവരുടെ ലിസ്റ്റാണ്. 1331, 700, 2400, 1987, 2271, 2682, 1557, 263. അത് തുടക്കക്കാരാണ്. 1005 ആ ലെവലിലേക്ക് ആൾക്കാർ പ്രോഫിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാനോ വിൽക്കാനോ പറഞ്ഞിട്ടല്ല, അവർ സ്വയം മനസ്സിലാക്കി എടുക്കുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക. സാധാരണ മെജോറിറ്റി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, ലോസ് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യും, പക്ഷേ പ്രോഫിറ്റ് ഒരു 500 രൂപയുടെ മേളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങണം, ലോസ് തിരിച്ച് പ്രോഫിറ്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ, ഹോൾഡ് ചെയ്ത ലോസ് തിരിച്ച് പ്രോഫിറ്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് ആകുമ്പോൾ അയ്യോ എൻ്റെ നഷ്ടം തീർന്നല്ലോ, എനിക്ക് ബ്രോക്കർ കാശ് പോയാലും കുഴപ്പമില്ല, എനിക്ക് ഇറങ്ങണമെന്നുള്ള ചിന്തയാണ്. നിങ്ങൾ നേരെ അതാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടത്. ലോസ് പെട്ടെന്ന് ഇറങ്ങാനും പ്രോഫിറ്റ് മാക്സിമം ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാക്കുക. അത് മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ട്രെയിൽ ചെയ്ത് വെക്കേണ്ട ഏരിയാസ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ബേജാറാവാതെ ഇരിക്കൂ, അത് ഇനിയും സമയമുണ്ട്, റെഡ് കാണുമ്പോൾ പേടിക്കണ്ട. അല്ലാതെ നിങ്ങളിവിടെ ഇറങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങളിവിടെ കയറൂ എന്നുള്ളത് ഒരിക്കലും ഞാൻ ആരോടും പറയാറില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ട്രേഡർ ആവത്തില്ല.
അപ്പോൾ ഇന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത് നല്ലൊരു സ്ട്രാറ്റജി നിങ്ങളുടെ ഉള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അത് വെച്ചിട്ട് കാശുണ്ടാക്കി കൂടെ എന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരേപോലെ ആവണമെന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു 10 പേർക്ക് ഇതേപോലെ വ്യൂ പറഞ്ഞു കൊടുത്തിട്ട് അവർ പ്രോഫിറ്റബിൾ ആവുക, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം, അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അത് എൻ്റെ മൈൻഡ് സെറ്റാണ്. അത് എൻ്റെ രീതിക്ക് എന്നെ വിട്ടേക്കൂ. ഞാൻ ഒരാളെ നിർബന്ധിച്ച് ഇത് പഠിപ്പിക്കാൻ വരണമെന്നോ അല്ലെ പഠിക്കാൻ വരണമെന്നോ എൻ്റെ ലൈവിലേക്ക് വരണമെന്നോ ഞാൻ ഒരാളെയും പുറകെ നടന്ന് വായോ വായോ എന്ന് പറയാറില്ല. അപ്പം അതുകൊണ്ട് അത്രയധികം താല്പര്യമുള്ളവരും നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ രീതികൾ 201% വിശ്വാസമുള്ളവരും ആഗ്രഹമുള്ളവരും മാത്രം വന്നാൽ മതി. കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും പഠിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ലൈവിൽ മെൻറ്റർഷിപ്പ് കൊടുക്കണമെന്നോ എനിക്കൊരു ആഗ്രഹവുമില്ല. ഒരു 21 പേരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്കൊരു ലക്ഷ്യം നിലവിലുള്ളത്. അപ്പോൾ അത് ഏകദേശം ഇപ്പോൾ ഒരു 19-15 പേരിലേക്കൊക്കെ ആയി നിൽക്കും. 1.5 വർഷം കൊണ്ടാണ് മേലെ 21 പേർക്ക് ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ പാടുപെടുന്നത്. അങ്ങനെ ചുമ്മാ പാടുപെടുകയല്ല, ആ കഷ്ടപ്പെട്ട് എന്തും സഹിച്ചു കൂടെ നിന്ന് ഒരു ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രമേ എൻ്റെ കൂടെ വന്നിട്ടും കാര്യമുള്ളൂ. മിനിമം ഒരു 3 മാസം കൊണ്ട് ഒരു മൈൻഡ് സെറ്റ്, ഒരു വിശ്വാസം വരണം. 3 മാസം കൊണ്ട് ഒരു വിശ്വാസം വരണം. ബാക്കി ഒരു 3 മാസം കൊണ്ട് അവരുടെ പഴയ മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റി നമ്മളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ഒരേ വൈബുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറ്റിയെടുക്കണം. അപ്പം തന്നെ 6 മാസമായി. ബാക്കി 6 മാസം 1ഉം 2ഉം ലോട്ടൊക്കെ ഇട്ടിട്ട് കോൺഫിഡൻറ്റ് കൂട്ടി 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 വന്നു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ അവർക്കൊരു നല്ല രീതിയിൽ ലോസുകളില്ലാതെ ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ട്രേഡറാക്കി മാറ്റിയെടുക്കാനായിട്ട് സമയം വേണം. അതല്ലാതെ ഏതൊരാൾ വന്നാലും 2 ആഴ്ച കൊണ്ട് പഠിക്കാം, 3 ആഴ്ച കൊണ്ട് പഠിക്കാം, അങ്ങനെയുള്ള യാതൊരു ഉറപ്പും ഞാൻ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കേസ്, ഇന്ന് വളരെ അധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 250 പോയിൻറ്റിന് മേലെ റൈഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞാൻ ആകെ ഡെസ്പിലാണ്. കാരണം എല്ലാ മാസവും നമ്മളൊരു 250 പോയിൻറ്റ് റൈഡ് ചെയ്യാറുള്ളതാണ്. ഞാനൊരു മാസം ലൈവിൽ ആകെ മൂവ്മെൻറ്റ് കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞേക്കുന്നത് 250 പോയിൻറ്റിൻ്റെ വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 6-ാം തീയതി ആയിട്ടുള്ളൂ. ഈ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഈ മാസത്തിൽ ആദ്യത്തെ 6 ദിവസം കൊണ്ട് നമ്മൾ 250 പോയിൻറ്റ് ഓൾറെഡി കൺഫേമായി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ പോയിൻ്റ് വെച്ച് റൈഡ് ചെയ്താൽ 250 പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് എക്സ്ട്രാ ഹാപ്പി ആയിട്ടുള്ള ഒരു വെള്ളിയാഴ്ചയാണ് ഇന്ന്. അതിനെല്ലാക്കാരും ഉപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇന്ന് തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് അത്തച്ചമയാണ്. അത്തം ഓണത്തിൻ്റെ തുടക്കമാണ്. തിരുവോണത്തിന് മുമ്പുള്ള ആ ഒരു തുടക്ക സന്തോഷമാണ്. അതിനേക്കാളുപരി ഇന്ന് തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി നാളെയാണ്. ഡേറ്റ് വെച്ചിട്ട് 7-ാം തീയതിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. പക്ഷേ അത്തം നാളിലാണ്, അത്തച്ചമയത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ 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 സന്തോഷമുള്ള ദിവസമാണിത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മുടെ കാര്യങ്ങളും ഹാപ്പിനെസ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന സാധനത്ത് ഒരു 10 പേർക്ക് ഇന്നത്തെ വ്യൂവിൽ അവർ 100 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ് റൈഡ് ചെയ്തത് അവർ സ്വപ്നം കാണുന്നതിനേക്കാളും വലുതാണ്. 5 പോയിൻ്റ് 10 പോയിൻ്റൊക്കെ എടുക്കാനായിട്ട് പെടാപ്പാട് പെടുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാനും അങ്ങനെ ഒരുപാട് സമയം പെടാപ്പാട് പെട്ടിട്ടുള്ള 5-10 പോയിൻ്റ് എടുക്കാൻ ഞാൻ പാടുപെട്ടിട്ടുള്ളതാണ്. ആ 2 വർഷത്തെ യാത്രയിലാണ് ഒരേ സ്ട്രാറ്റജി ഒരേ ചാർട്ട് 2 വർഷം ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഒറ്റയടിക്കൊന്നും അല്ല കേട്ടോ, സ്കിപ്പ് ചെയ്ത് ഇത്രയും പോയിൻ്റൊക്കെ റൈഡ് ചെയ്ത് എടുക്കാൻ പറ്റിയത് എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ട് സന്തോഷമാണ്. അപ്പോൾ ആർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് വരാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ താല്പര്യമുള്ളവർ നമുക്കുടെ കൂട്ടത്തിൽ കൂടാം. ഒരിക്കലും ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കുന്നത്. നേരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മാർക്കറ്റിനെ എങ്ങനെ നോക്കി കാണണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നന്ദി. ഓൾ ദി ബെസ്റ്റ്.